ബാംഗ്ലൂരുവിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നഗരത്തിൽ നിർമ്മാണ തൊഴിലാളികളായ ദമ്പതികളുടെ കുഞ്ഞിനെയാണ് അതേ കെട്ടിടത്തിൽ ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതി മരിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിക്കവെയാണ് നാട്ടുകാരുടെ പിടിയിലായത്. ബാംഗ്ലൂരുവിലെ ഹൊയ്സാല നഗറിലെ വിനായക ലേഔട്ടിൽ നിർമ്മാണത്തിലായിരുന്ന കെട്ടിടത്തിൽ ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശികളായ ദമ്പതികളുടെ 6 വയസ്സുകാരിയായ കുഞ്ഞാണ് ക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. അതിനുശേഷം കുട്ടി കൊല്ലപ്പെടുകയും ചെയ്തു. കെട്ടിടം പണി നടക്കുന്നതിന് അടുത്ത് തന്നെയാണ് കുഞ്ഞും കുടുംബവും താമസിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജോലിയായിരുന്നു കുഞ്ഞിന്റെ അച്ഛൻ ചെയ്തിരുന്നത്. അമ്മ നിർമ്മാണ തൊഴിലാളിയായും തൊട്ടടുത്ത വീടുകളിൽ വീട്ടുജോലിക്ക് പോയി ജീവിക്കുകയായിരുന്നു. സംക്രാന്തി ദിവസം കെട്ടിടത്തിൽ നിർമ്മാണ ജോലികൾ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ അമ്മ വീട്ടുജോലിക്ക് പോയതായിരുന്നു. അച്ഛനാകട്ടെ കെട്ടിടത്തിന്റെ മറുവശത്തായിരുന്നു ജോലി ചെയ്തത്. ഈ സമയം നോക്കി കുഞ്ഞിനെ മിഠായി കാണിച്ച് വിളിച്ചു കൊണ്ടുപോയാണ് ബീഹാർ സ്വദേശിയായ അഭിഷേക് കുമാർ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ബലപ്രയോഗത്തിനിടയിൽ കുട്ടി മരിച്ചു. കുട്ടിയെ കാണാതെ തിരിഞ്ഞെത്തിയ അച്ഛൻ കണ്ടത് മരിച്ചു കിടക്കുന്ന സ്വന്തം മകളെയും തൊട്ടടുത്ത് നിൽക്കുന്ന അഭിഷേകിനെയുമാണ്. കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയാനായിരുന്നു അഭിഷേകിന്റെ പദ്ധതി. ഉറക്കെ നിലവിളിച്ച് പിതാവ് ആളെ കൂട്ടിയതോടെ നാട്ടുകാർ ഓടിയെത്തി. പ്രദേശവാസികൾ അഭിഷേകിനെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കുഞ്ഞിനെ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അഭിഷേക് കുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി രാമമൂർത്തി നഗർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.